ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഷസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ മുതൽ നൈറ്റ് വരെയുള്ള കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് മസാല ദോശയാണ്. മസാല ദോശയുടെ കൂടെ സാമ്പാറും 2 ടൈപ്പ് ചട്നി. പിന്നെ ചട്നി എന്ന് പറയുമ്പോഴത്തേനും കോക്കനട്ട് ചട്നിയും ഉണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നിയും ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ. അപ്പോൾ ചൂട് ചായ. അപ്പം ചായയൊക്കെ നല്ല ഏലക്കാക്കിയിട്ട് അത്യാവശ്യം ആവശ്യത്തിന് കടുപ്പമൊക്കെയുള്ള ചായ. അപ്പം മസാല ദോശ എന്ന് പറയുമ്പോഴത്തേനും ഉള്ളിൽ മസാല എന്ന് പറയുന്നത് വലിയ സ്പൈസി ഒന്നും അല്ല, ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ. അതിലത്തെ പൊട്ടറ്റോ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ആ കോക്കനട്ട് ചട്നീനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് ആ ഓറഞ്ച് കളർ ചട്നിയാണ്. ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ആ ചട്നി ഒരു രക്ഷയില്ല. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ദോശയുടെ കൂടെ നല്ല ചൂട് ചായ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം കുറച്ച് മസാല ദോശ എടുത്തതിന് ശേഷം മസാലയും ദോശയും അതുപോലെ തന്നെ ഓറഞ്ച് ടൊമാറ്റോ ചട്നിയൊക്കെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കി. പിന്നെ അതിനുശേഷം സാമ്പാറിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കി. പിന്നെ ചട്നി എടുത്ത് കഴിച്ചു. അങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അതായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ മസാല ദോശയിൽ തന്നെ ഒരുപാട് ടൈപ്പ് മസാല ദോശ ഉണ്ടല്ലോ. അപ്പം മൈസൂർ മസാല ദോശയും ഇതെന്ന് പറയുന്നത് നോർമൽ മസാല ദോശയാണ്. പിന്നെ ഒത്തിരി പല ടൈപ്പ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ മൈസൂർ മസാല ദോശ കഴിച്ച് നോക്കിയപ്പോഴത്തേനും എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കഴിച്ചു. മക്കളും ഞാനും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് സാറ സ്കൂളൊക്കെ വിട്ട് വന്നു. സാറയുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം സാറാക്ക് എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, 50-50യുടെ മസ്ക ചസ്ക എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ ഡേറ്റ്സ് ബാറും ഉണ്ടായിരുന്നു. അതും സാറയ്ക്ക് സ്നാക്സായിട്ട് കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ സ്നാക്സ് കുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷന് കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 പീസ് ചിക്കൻ എടുത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഒരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ കുക്കിങ്ങിന് വേണ്ടി കയറിയ ഉടനെ തന്നെ ഇത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുക്കിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ കുറേ നാളായിട്ട് കിടന്നിട്ട് കുറച്ച് കളയാറായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാം. കാരണം ഈ വെജീസൊക്കെ മാറ്റിയിട്ട് ഇനി നെക്സ്റ്റ് ഫ്രഷ് ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പർച്ചേസൊക്കെ നെക്സ്റ്റ് ഡേയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ കുറുമ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ടൊമാറ്റോയും പൊട്ടറ്റോയും ബീൻസും കറിവേപ്പിലയും പച്ചമുളകും ഒണിയനും എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കുക്കറിലേക്ക് ഓരോരോ വെജീസ് ഇട്ട് കൊടുക്കുകയാണ്. ഓരോരോ വെജീസ് ഇട്ട് കൊടുത്തതിന് ശേഷം 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും അതിനുശേഷം മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വെന്തോളും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത് ഉപ്പും പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജ് കുറുമ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് എരിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവിൽ വേണം കറി കംപ്ലീറ്റ് സ്പൈസ് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറൊക്കെ അടച്ച് വിസിൽ കേൾക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞായിരുന്നു, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പുരട്ടിയതെടുത്തു. അത് കിച്ചണിലേക്ക് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വെജ് കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെയിം തന്നെ എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഉള്ളപ്പോൾ ഈ സെയിമിലേക്ക് തന്നെ നമുക്ക് ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ബീൻസ് കറിയാക്കി എടുക്കാം. ഇന്ന് ഗ്രീൻ പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വെജ് കുറുമ രീതിയിലാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറികൾ ഞാൻ ഇന്നും ലഞ്ചിന് ചോറെടുക്കുന്നില്ല. അപ്പം ലഞ്ചിന് ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷുകളാണ് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ വെജ് കുറുമ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വെജ് കുറുമ റെഡിയാക്കുകയാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികൾ ചപ്പാത്തിക്കുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് ഒരു മടി ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ ചോറുണ്ണുന്നതിനേക്കാളും വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ഒരു 3-4 വിസിലൊക്കെ കേട്ടതിന് ശേഷം നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള താളിച്ചൂറ്റലും അതുപോലെ തന്നെ പച്ചത്തേങ്ങ അരച്ച് ചേർക്കലും ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ പയ്യെ കടക്കാം. അപ്പോൾ ഇതാ പാൻ വെച്ചു. പാനിലേക്ക് താളിച്ചു ഊട്ടാനുള്ള കാര്യങ്ങൾ, കറിവേപ്പിലയും വെളുത്തുള്ളി, കൊച്ചുള്ളി, വറ്റൽമുളക്, ഇത്രയും ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം തന്നെ നന്നായിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇട്ട് മൂപ്പിക്കണം. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ആ പാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെജിറ്റബിൾ കറി എന്ന് പറയുന്നത് പാനിലേക്ക് ഒഴിക്കും. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം പച്ചത്തേങ്ങ ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഞാനിപ്പോൾ ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഓരോരോ കറികൾ ഞാൻ മാറ്റി മാറ്റി പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വെജ് കുറുമ എന്ന് പറയുന്നത് ഗ്രീൻ ബീൻസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ബീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ താളിച്ച അതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. കറിക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ താളിക്കുന്ന കൂടെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ടാൽ, പിന്നെ നമ്മളുടെ വെജിറ്റബിൾ കറിക്ക് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് എങ്ങനെയാണ്, കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് മിച്ചം വരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പല ദിവസവും പല കറികളിൽ ചപ്പാത്തി കഴിക്കാം, ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ചേ വെച്ചുള്ളൂ. അപ്പോൾ സാറാക്ക് എന്താണേലും റൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ റൈസിന് ഈ വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ചേർത്തിട്ടാണ് റൈസ് കൊടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു പിടി പച്ചത്തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് നേരം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള വെജ് കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഹെൽത്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും കുറേ വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേനും ഇപ്പോൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 ചപ്പാത്തിയാണ് നമ്മൾ ലഞ്ചിനെടുക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യും, ഈ കറി ഒഴിച്ച് കഴിക്കും. അപ്പം നന്നായിട്ട് കറി ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ ചോറിനാണെങ്കിൽ പോലും ഇത്രയും കറീസ് കൂട്ടത്തില്ല, ഇത്രയും വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. പക്ഷേ ഇതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1-2 കൂടുതൽ കഴിക്കത്തില്ല. കൂടുതൽ കറിയാണ്. ഇപ്പോൾ പരിപ്പ് കറിയാണേലും പയറ് കറിയാണേലും കടലക്കറിയാണേലും വെജിറ്റബിൾ കറിയാണേലും ഞാൻ കറിയുടെ ക്വാണ്ടിറ്റി ചപ്പാത്തിയുടെ കൂടെയാണെങ്കിൽ നന്നായിട്ട് കൂട്ടും. നന്നായിട്ട്
കറീസ് നന്നായിട്ട് കഴിക്കും. അപ്പോൾ മനഃപൂർവ്വമാണ് ഞാൻ 2 ചപ്പാത്തി കൂടുതൽ എടുക്കാത്തത്. കാര്യം വെച്ചാൽ ഞാൻ ഈ സൈഡ് ഡിഷുകൾ, അതായത് വെജീസും ഈ ഉള്ള കറികളൊക്കെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചങ്ങ് വിളമ്പി വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല ഇത്രയും ക്വാണ്ടിറ്റി തന്നെ ഞാൻ വീണ്ടും വിളമ്പി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇക്ക ലഞ്ചിനില്ല, ഇക്ക ഡിന്നറിനെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും ഉള്ള ചിക്കനാണ് ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ മാത്രം കൂട്ടി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുർമയും കൂടി ഇപ്പോൾ ഫ്രഷായിട്ട് റെഡിയാക്കി. അപ്പോൾ ഞാനിത് ജസ്റ്റ് സാറാക്ക് ചോറിന് വേണ്ടി ഇന്ന് ചിക്കൻ ഫ്രൈയും വെജിറ്റബിൾ കറി ഒഴിച്ചാണ് കൊടുത്തത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അവർ വെജിറ്റബിൾസ് ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണല്ലോ. അപ്പോൾ എന്താണേലും സാറ ഇത് ചോറിന് കഴിക്കുമോ ഒരു ഡൗട്ടോട് കൂടിയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ മോൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2 ചപ്പാത്തി എടുത്തു, അതിലേക്ക് 2 ചിക്കൻ ഫ്രൈ എടുത്തു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വെജ് കറി ഒഴിച്ചു. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂട് ഭയങ്കര ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, അപ്പം നമുക്ക് എപ്പോഴും ചോറ് കഴിച്ച് മടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ട്രൈ ചെയ്തിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും ആയിരിക്കും, നമുക്ക് നല്ലതുമായിരിക്കും. എപ്പോഴും ഈ റൈസ് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ ലഞ്ചിന് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഐറ്റംസ്, എനിക്ക് ഇതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബ്രോക്കോളി, അങ്ങനെയുള്ള ബ്രോക്കോളീസ്, അതുപോലെ അങ്ങനെ ഉള്ള കോണ്, സ്വീറ്റ് കോണ്, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള പല ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ പോകെ പല ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ ബ്രോക്കോളി സാലഡ്സും അതുപോലെ തന്നെ ഈ സാലഡൊക്കെ ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതാ വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു എന്താ പറയുക വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വളരെ ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ഒരു മടുപ്പേ ഫീൽ ചെയ്യത്തില്ല. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള കറികളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ച്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ചോറിനും കറിക്കും വേറെ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ അത് കോമൺ ആയിട്ട് കഴിക്കുമ്പോഴത്തേനും അതിനോടൊരു മടുപ്പ് തോന്നും. എന്നും റെഗുലറായിട്ട് അത് എടുക്കുമ്പോൾ അതിനോടൊരു മടുപ്പ് തോന്നും. അപ്പോൾ എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റാണ്. അങ്ങനെ ചോക്ലേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് ഒലീവ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റാണ്. ഒരു എന്താ പറയുക ക്യാൻഡി ലൈക്ക് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇക്ക അത് കൊണ്ടുവന്നതാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇക്ക കൊണ്ടുവന്ന ചോക്ലേറ്റ്സുകളൊന്നും ഓവർ മധുരമുള്ളതല്ല, കൂടുതലും ഡാർക്ക് ചോക്ലേറ്റ്സ്, അതായത് കൂടുതൽ കൊക്കോ പൗഡർ കൂടുതൽ ഉള്ള ചോക്ലേറ്റ്സാണ് കൊണ്ടുവന്നത്. പിന്നെ 1-2 ഇതുപോലുള്ള സ്ട്രോബെറി ഓറിയൻറ്റഡ്, അതുപോലെ തന്നെ ഈ ഒലീവ്സ്, ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇക്ക ഓഫീസ് വിട്ട് വന്നപ്പോൾ സമൂസ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ചായയും കാര്യങ്ങളൊന്നും വെച്ചില്ല, അതൊന്നും വേണ്ടായിരുന്നു. വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഞങ്ങൾ 3 പേരും ഓരോന്ന് കഴിച്ചു. അതിനുശേഷം ഇതാ കേക്ക്, സ്പോഞ്ച് കേക്ക്, സ്ട്രോബെറി ബട്ടർ സ്പോഞ്ച് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. ചായ വേണ്ടായിരുന്നു, ചായ കുടിക്കാനായിട്ട് തോന്നിയില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരോ ഐറ്റംസ് കഴിക്കുകയായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്ക്. അതിനുശേഷം ഡിന്നറായിട്ട് നമ്മൾ എടുത്തിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പവും അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ചിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡിന്നറിൻ്റെ കുക്കിംഗ് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിന്നറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കിച്ചൺ വിശേഷങ്ങളൊന്നും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടേബിളിൽ എല്ലാം സെർവ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഇക്കായും സാറായൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2 ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 2 ചൂട് വെള്ളയപ്പവും പിന്നെ ഇതാ ഒരു മുട്ട.
അപ്പം മുട്ടക്കറി കുറച്ച് കൂടുതൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേനും കൂടിയിട്ട് ഞാൻ മുട്ടക്കറി ഇപ്പോൾ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷായിട്ട് ഒരു 4 മുട്ടയെ ബോയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഈ മുട്ടക്കറിയിലേക്ക് പുതിയ മുട്ടകൾ ബോയിൽ ചെയ്ത് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലുള്ളത്. ഞാൻ ചില്ലി പൗഡർ ചേർത്തിട്ടില്ല. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ടൊമാറ്റോ ചേർത്തു, സവോള ചേർത്തു, പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിൽ സ്പൈസ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും സ്പൈസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെനസ്ഡേയിലെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, പിന്നെ എൻ്റെ ഇടയ്ക്കത്തെ സ്നാക്സ്, ഫ്രൂട്ട്സ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളൊരു മുസമ്പി കട്ട് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.